സാധാരണ കൃഷിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കപ്പ വേവിച്ചതും പിന്നെ ബീഫിൻ്റെ വെണ്ണല് കറിയുമാണ്. അവർ ഒന്നും പറയാനുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഒരു 2-3 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂണോളം പെരിഞ്ചീരകം, അതുപോലെ ഒരു 5 ഏലയ്ക്ക, ഒരു 4-5 ഗ്രാമ്പു, 2-3 കഷ്ണം പട്ടയൊക്കെ കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടുള്ളൂ, അത് മതി. ഒരുപാടങ്ങ് അരയൊന്നും വേണ്ട. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് 2-3 വെല്ലുള്ളി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മുഖ്യ ഘടകം. അപ്പം നമുക്കതിലേക്ക് ഒരു ഉരുളി എടുത്തിട്ട് നമുക്കതിലോട്ട് ആദ്യം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച വെല്ലുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും അതേപോലെ തക്കാളിയും എല്ലാം കൂടി ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യം ബീഫിൻ്റെ വാരിയല് വാങ്ങാനാണ് കേട്ടോ പോയത്. പക്ഷേ വാരിയല് കിട്ടിയില്ല. നമ്മളത് തലേന്നേ ഏൽപ്പിച്ചാലേ വാരിയല് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ അവർ അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചിയൊക്കെ എടുത്ത് വെക്കും. പിന്നെ നമുക്ക് ആ എല്ല് മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്കിത് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. അതാണ് നല്ല കളർ കിട്ടും. അപ്പോൾ കാശ്മീരി മുളക് പൊടി നിർബന്ധമായിട്ടും ചേർക്കണേ. അതേപോലെ 3 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ബീഫ് മസാലയും ചേർക്കണം കേട്ടോ. ബീഫ് മസാല ഇല്ലാത്തവർ ഈ പൊടി കുറച്ചും കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് മസാലയും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു 2.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതെന്തായാലും വേണം. പിന്നെ ഇതിൽ ഇഷ്ടമുള്ളവർക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും നാളികേരം ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്തു. അതുണ്ടെങ്കിലും ടേസ്റ്റാണ്, ഇല്ലെങ്കിലും അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചില്ലേ ആ ഇഞ്ചി വെളുത്തുള്ളി, അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ. ബീഫ് മസാല ഇല്ലാത്തവർക്ക് ഇതേ പറഞ്ഞില്ലേ പൊടികൾ ഇതുപോലെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബീഫ് മസാല ഉണ്ടെങ്കിൽ ഇട്ടോളൂ, കാരണം നല്ല ഒരു വേറെ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെരിഞ്ചീരകവും ഗരം മസാലയൊക്കെ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പാകത്തിന് ആദ്യം കുറച്ചൊരു 1-2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചാറിനൊന്നും ഉപ്പില്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ചിടാം. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇടാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം ഒരു രക്ഷയുണ്ടാവില്ല. നമുക്കതിലോട്ട് വാഴയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ണല് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇറച്ചിയൊക്കെ ഉണ്ട് അതിൽ. ഞാൻ 5 പീസാട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 5 പീസും അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അതിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന വിധം തിരുമ്മി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് പാകം ചെയ്യുകയാണെങ്കിലും അപാര ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് രാത്രിയിലാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കണം. പിന്നെ ഇത് വേഗം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല. ഞാനിങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ അടുപ്പത്ത് വെച്ചു. പക്ഷേ ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റായിരുന്നു. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ഉള്ളി എൻ്റെ ഞെരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ടുണ്ട്. നമ്മളിതിൽ വെളിച്ചെണ്ണയ്ക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കാരണം ഇതിൽ ഓൾറെഡി നെയ്യിൻ്റെ അംശം ഉള്ളത് കൊണ്ട് എന്തായാലും ചൂടാവുമ്പോൾ ആ നെയ്യെല്ലാം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ കുറച്ച് വെള്ളം, ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെരടി നമ്മൾ അടുപ്പത്തൊരു 3 മണിക്കൂറോളം നമ്മൾ അടുപ്പത്ത് കിടന്ന് വേവിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പത്തല്ല ഗ്യാസിലാണ് വേവിക്കുന്നവരെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു കുക്കറിൽ ഒരു 2-3 വിസിലടിച്ചിട്ട് അതിന് ശേഷം ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആ എല്ല് ഇതിലോട്ട് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ഇട്ടാൽ ചിലപ്പം ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടി വേവാകുമ്പോൾ അതൊന്നും കൂടി വെന്ത് പോവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ല അടുപ്പത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് അടച്ച് വയ്ക്കാം. നമ്മളിതിനൊരു കപ്പയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കപ്പയ്ക്കാണ് നമ്മളിത് കൂട്ടുന്നത്. അപ്പോൾ ഒരു 4 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു 3 കിഴങ്ങ് മതി, മറ്റത് കുറേ വേസ്റ്റ് ആവുന്നു. പക്ഷേ ലാസ്റ്റ് തികഞ്ഞില്ല കേട്ടോ കപ്പ. അടിപൊളിയായിരുന്നു കപ്പയും. ചെറിയ കയ്പ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അത് വേവിച്ച് കഴിയുമ്പോൾ കഴിക്കുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കപ്പ തിളച്ച് കഴിഞ്ഞപ്പം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കപ്പ വേവിച്ചു. അപ്പം ഒരു തുള്ളി പോലും കയ്പ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ചെറിയ കയ്പ്പൊക്കെ ഉള്ള കപ്പയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി.
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രാജാവിനെ ഒന്ന് തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കുന്നില്ല. എന്തായാലും ഇതിന്ന് വെള്ളം നന്നായിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു സൈഡൊക്കെ അടിയത്തെ സൈഡ് ആദ്യം നല്ല ചൂട് തട്ടി വെന്തിട്ടുണ്ടാവുമല്ലോ, അപ്പം നമ്മൾ സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ 2-3 വട്ടം അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് വേവിക്കണം. കപ്പയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പൊടിയുള്ള കപ്പ കേട്ടോ. അങ്ങനെ ചോദിച്ചു വാങ്ങണം, അങ്ങനത്തെ നല്ല കപ്പ വേണം, വേവാത്ത കപ്പ രസം ഉണ്ടാവില്ല. ഞാനൊരു ഓട്ടപ്പാത്തിലോട്ട് ഇട്ടിട്ട് ചപ്പാത്തിക്കോല് കൊണ്ട് നന്നായിട്ട് ഇടിച്ച് സൂപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ കടുക് വറുത്തിട്ടാട്ടോ ചെയ്യുന്നത്, തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അതിനോട് 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേവിക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അപാര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കപ്പയൊന്നും മിന്നൂട്ടിക്ക് തികഞ്ഞതേ ഇല്ല കേട്ടോ. നമുക്കിനി കടുക് പൊട്ടി അതിലോട്ട് നമുക്ക് ഒരു 2 ഉണക്കമുളക്, അതൊരു 3-4 ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് ഈ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് എടുക്കുമ്പം നമുക്ക് കപ്പയൊക്കെ ഗ്യാസ് കയറുന്നതല്ലേ, വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മളിങ്ങനെ കടുക് വറുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉള്ളിക്കൊക്കെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ അല്ലെങ്കിൽ കടുക് വറുത്താൽ ഇടുമ്പോൾ ഇതിന് മാത്രം ഉപ്പില്ലാതെ വേറൊരു ടേസ്റ്റ് വരും. ഇത് ഉപ്പിട്ട് കൊടുത്ത് മൂപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ആ കടുക് വറുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല മൂക്കണം കേട്ടോ, മൂക്കാതെ നമ്മൾ എടുക്കരുത്. നന്നായിട്ട് ബ്രൗൺ കളറായി. ഇനി ഇതിലോട്ട് നമുക്ക് ആ പൊടിച്ച് വെച്ച കപ്പ കണ്ടില്ലേ, നല്ലോണം ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ടുണ്ട് കപ്പ. എന്നിട്ട് കപ്പേൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നമുക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കപ്പയ്ക്ക് കറിയൊന്നും വേണം തന്നെ ഇല്ല കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. ഇനിയിപ്പം മീൻ കറി ഉണ്ടെങ്കിലോ ചിക്കൻ ഉണ്ടെങ്കിലോ അതിൻ്റെ ഒപ്പവും കഴിക്കാം. നല്ലൊരു രുചിയാണ് കേട്ടോ ഈ കപ്പ ഇങ്ങനെ കഴിക്കാൻ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കപ്പ ഇങ്ങനെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ബീഫിൻ്റെ അടുത്തോട്ട് പോവാം. കണ്ടില്ലേ, എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു തുള്ളി എണ്ണ പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലുള്ള ആ നെയ്യിൻ്റെ അംശം തന്നെയാണ് കേട്ടോ അത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല കുറുകി. ആ ചെറിയുള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്താൽ ഉടഞ്ഞ് നല്ല ചാറൊക്കെ നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. ചെറിയുള്ളി ഉണ്ടെങ്കിൽ കൊഴുപ്പിന് നല്ല ഇതായിരിക്കും. ആ ചാറിൻ്റെ ടേസ്റ്റ്, ആ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ ആ ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മതി നമുക്ക് കഴിക്കാൻ. എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു, കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എരിവ് പാകത്തിന് ഇട്ടുകൊണ്ടു. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് എരിവായ വലിയ പീസും ആകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും കപ്പയും ബീഫും കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം മിന്നൂട്ടിയൊക്കെ കപ്പയും കൊണ്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും പറയാനില്ല, അപ്പാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചാറൊക്കെ കൂട്ടി കുറച്ച് കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ രസമുണ്ടെന്ന് പറയണത് എല്ലാവരും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മിന്നൂട്ടിക്കും കൊടുത്തു. മിന്നൂട്ടിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ. ഓക്കെ, ബൈ ബൈ.